ഞാൻ ഭർത്താക്കന്മാരോട് ചോദിക്കുകയാ, ധൈര്യമുണ്ടോ ഇത് കൊണ്ടുപോയിട്ട് ലോക്കിടാതെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ 24 മണിക്കൂർ ഇന്നാന്ന് പറഞ്ഞു കൊണ്ടുകൊടുക്കാൻ ധൈര്യമുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊണ്ടുകൊടുത്ത ഓള് വൈകുന്നേരം വാരിക്കെട്ടി വീട്ടിൽ പോവും, നമുക്ക് മതി എന്ന് പറഞ്ഞിട്ട്. എടോ നമ്മൾ നോക്കിക്കേ, ഭർത്താവിന് എന്ത് ലോക്കാ. കേറണമെങ്കിൽ ഫിംഗർ പ്രിന്റ് തന്നെ വേണം, ചിലരുടെ മുഖം കാണിച്ചാൽ മതി തുറക്കാൻ. പിന്നെ നോക്കിക്കേ, ഗാലറി കയറണമെങ്കിൽ പ്രത്യേക ലോക്ക്. ഈ അടുത്തൊരു വാപ്പ ഫോട്ടോ എടുക്കണം ഉസ്താദ്, എത്ര നോക്കിയിട്ടും ഫോൺ ഓണാവുന്നില്ല. വാപ്പ ലോക്ക് എടുക്ക്. ആ വാപ്പ വരയ്ക്കണ വര കണ്ടപ്പോ ഇങ്ങനൊരു വരയുണ്ടെന്ന് അപ്പോഴാ മനസ്സിലായേ. ഇവിടെ ഒന്നും പ്രായമുള്ള ഇതൊക്കെ മറന്നു പോകൂലേ. ഇവിടെ ഇന്നത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ലോക്കാ. ബാത്റൂമിൽ പോകുമ്പോഴും ഈ സാധനം ചുമന്നോണ്ട് പോണ ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ നിനക്ക് ഇത്ര പേടിയെന്തേ? പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഫോൺ വെക്കാൻ നിനക്ക് ധൈര്യമില്ല. കാരണം അതിനകത്ത് അവള് കാണാൻ പാടില്ലാത്ത പലതും ഉണ്ട്. വാപ്പ, നിങ്ങൾ എന്തിനാ അയച്ച എന്റെ ഫോൺ എടുക്കണം? പെണ്ണുമ്പിള്ള അയക്കാ. നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കുന്നേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ? ഈ സാധനം എന്ന് നിങ്ങളുടെ വീടിനകത്ത് ലോക്കില്ലാതെ ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാലം വരുന്നോ, അന്നേ നിങ്ങളുടെ കുടുംബജീവിതം നേരെയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അപ്പൊ നിങ്ങൾ വെക്ക, എന്റെ പൊന്നാര സിറാജ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? എടാ, ഞാൻ എന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞേ, അല്ലാതെ ഞാൻ മലക്കാണെന്ന് വിചാരിച്ചിട്ടല്ല.